നമസ്കാരം. ട്രംപിന്റെ ഭീഷണി തെല്ലുമേറ്റില്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് തന്നെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യും. ഇതിൽ പരം എന്ത് നാണക്കേടാണ് അമേരിക്കയ്ക്കും പ്രസിഡന്റ് ട്രംപിനും വരാനുള്ളത്? ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന തീരുമാനം ലോകവേദിയിൽ ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് വഴങ്ങാതെ ഇന്ത്യ തന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് തുടരാൻ തീരുമാനിച്ചത് രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയും തന്ത്രപരമായ തീരുമാനമെടുക്കലിന്റെ ദൃഢനിശ്ചയവും വ്യക്തമാക്കുന്നതാണ്. ഈ തീരുമാനം അമേരിക്കയെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാണ്. കാരണം ഇന്ത്യയെ പോലുള്ള ഒരു പ്രധാന സാമ്പത്തിക ശക്തിയെ സ്വാധീനിക്കാനുള്ള അവരുടെ ശ്രമം ഇതാ പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഈ നിലപാട് റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് ഫലപ്രാപ്തി കുറവാണെന്ന് തെളിയിക്കുന്നതുമാണ്. ഇത് ആഗോള എണ്ണവിലയെ സ്ഥിരപ്പെടുത്താനും സഹായിക്കും. ഇന്ത്യയുടെ ഈ തന്ത്രപരമായ നീക്കം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരനായ ഇന്ത്യ തന്റെ ജനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി സാമ്പത്തികവും തന്ത്രപരവുമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. റഷ്യൻ എണ്ണയുടെ കുറഞ്ഞ വില ഇന്ത്യയുടെ വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിന് സഹായകരമാണ്. ഇത് ജനങ്ങളുടെ ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിൽ നിർണായകവുമായി തീരുകയാണ്. ഈ തീരുമാനം ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ദൃഢതയും വിദേശ സമ്മർദ്ദങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാത്ത നയതന്ത്രപരമായ ദർശനവും പ്രതിഫലിപ്പിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് ഈ തീരുമാനം അവരുടെ ഉപരോധ നയങ്ങളുടെ പരിമിതികൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയെ പോലെ ഒരു പ്രധാന സഖ്യകക്ഷിയെ സ്വാധീനിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടത് ആഗോള എണ്ണ വിപണിയിൽ അമേരിക്കയുടെ നിയന്ത്രണം ദുർബലമാക്കുന്നതാണ്. ഇത് റഷ്യക്കെതിരായ അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ തന്ത്രങ്ങളുടെ പുനർവചിന്തനം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യയുടെ ഈ ധീരമായ നിലപാട് സ്വന്തം താൽപര്യങ്ങൾ മുൻനിർത്തി തീരുമാനമെടുക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ അടയാളപ്പെടുത്തുന്നതാണ്. ഇത് മറ്റു രാജ്യങ്ങൾക്കും ഒരു മാതൃക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കുറച്ചു ദിവസം മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് യുദ്ധത്തിന്റെ ഭാഗമായി ഇന്ത്യയോടും പോരിനിറങ്ങും എന്ന് പ്രഖ്യാപിച്ചത്. റഷ്യയോട് ഇനിയും സന്ധി ചെയ്യുകയാണെങ്കിൽ അമേരിക്കയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുമെന്ന് ട്രംപിന്റെ ഭീഷണിക്ക് പുല്ലുവില കൊടുത്തിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി റഷ്യൻ ഓയിൽ ഇന്ത്യ വാങ്ങുന്നത് തുടരുമെന്ന് പറയാൻ തുടങ്ങിയത്. അതിനിടയിൽ ചില മാധ്യമ പ്രവർത്തകർ ഇന്ത്യ ട്രംപിന്റെ വാക്ക് അനുസരിച്ചു എന്ന റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് ട്രംപിനോട് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണെന്നായിരുന്നു ട്രംപ് മറുപടി നൽകിയത്. പക്ഷേ ട്രംപിന് തെറ്റിയിരിക്കുന്നു. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയിട്ട് റഷ്യൻ ഊർജ്ജത്തെ തള്ളിക്കളയാൻ നമ്മുടെ രാജ്യം തയ്യാറായിട്ടില്ല. അമേരിക്ക ഫസ്റ്റ് എന്ന നയം സ്വീകരിച്ച് അധികാരത്തിലെത്തിയ ട്രംപിനെ പോലെ തന്നെയാണ് മറ്റ് ലോകരാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും അവരുടെ രാഷ്ട്രം. ഇന്ത്യ ഭരിക്കുന്നവർക്കും ഇന്ത്യയും ഇന്ത്യൻ ജനതയും തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യ ഒരിക്കലും കൈവിടാനാകാത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യവുമാണ്. ഇന്ത്യക്ക് ഏത് കാലത്തും ആപത്ത് സംഭവിക്കുമ്പോൾ അവിടെ ഓടിയെത്തുന്ന റഷ്യയെ ഒരാപത്ത് കാലത്ത് കൈവിടാൻ നമ്മുടെ ഇന്ത്യ ഒരിക്കലും തയ്യാറാകില്ല. അതിന്റെ നേർസാക്ഷ്യമാണ് അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ ഈ തീരുമാനം പോലും. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടസ്സപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുമെന്നതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇത് അമേരിക്കൻ ഭരണകൂടത്തെ, പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള ഭരണകൂടത്തെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഈ നയം സംബന്ധിച്ച വാർത്താ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുമ്പോൾ ചില പ്രധാന വശങ്ങൾ നമുക്ക് വ്യക്തമാകും. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ 85 മുതൽ 90% വരെ ഇന്ത്യ ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത്. അതിനാൽ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കേണ്ടത് അത്യാവശ്യവുമാണ്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് മുൻപ് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ പങ്ക് 0.2% മാത്രമായിരുന്നു. എന്നാൽ പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം റഷ്യ വൻ ഡിസ്കൗണ്ടിൽ എണ്ണ വാഗ്ദാനം ചെയ്തതോടെ നിലവിൽ ഇന്ത്യയുടെ ഇറക്കുമതിയുടെ 35 മുതൽ 40% വരെ റഷ്യയിൽ നിന്നാണ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. മുമ്പ് ഏതാനും രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ 40ഓളം രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഗയാന, ബ്രസീൽ തുടങ്ങിയ പുതിയ വിപണികളിലേക്ക് കടന്നു ചെന്നത് എണ്ണ ലഭ്യതയിലുള്ള ആശങ്ക കുറയ്ക്കാൻ സഹായിക്കുകയായിരുന്നു. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക
അധിക ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നത് തുടർന്നാൽ പിഴ ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് നല്ല നീക്കമാണെന്നും ട്രംപ് പരസ്യമായി അഭിപ്രായപ്പെട്ടു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 2025 ജൂലൈയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജൂണിൽ 21 ലക്ഷം ബാരലായിരുന്നത് ജൂലൈയിൽ 16 ലക്ഷം ബാരലായി കുറഞ്ഞു. ഇത് US സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. റഷ്യൻ ഇറക്കുമതി കുറഞ്ഞപ്പോൾ ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിക്കുകയാണ് ചെയ്തത്. അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിയും കാര്യമായി വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. 2024 മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ അമേരിക്കയുടെ വിഹിതം 3.5% ആയിരുന്നത് 2025 ആദ്യ പകുതിയിൽ 8.5 ഉയർന്നിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന വാർത്തകൾ തെറ്റാണെന്ന് ഇന്ത്യ പ്രതികരിച്ചതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിനാലും നമ്മുടെ ഭരണാധികാരി ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുവിറയ്ക്കാത്തത് കൊണ്ടും ഇതെല്ലാം വെറും ഊഹാപോഹങ്ങളായിരുന്നു എന്നതാണ് സത്യം. രാജ്യാന്തര വിപണിയിലെ സാഹചര്യവും രാജ്യ താൽപര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഊർജ്ജോൽപ്പന്നങ്ങൾ വാങ്ങുന്നതെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള പുതിയ കരാറുകളിൽ ഏർപ്പെട്ടിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് അമേരിക്കൻ സമ്മർദ്ദം ചെലുത്തുന്ന സ്വാധീനത്തിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യം ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ വിദേശ നയത്തിലും സാമ്പത്തിക താൽപര്യങ്ങളിലും ബാഹ്യശക്തികൾ ചെലുത്തുന്ന സ്വാധീനം വ്യക്തമാക്കുന്നതാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് ദേശീയ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇത് അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ചില സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം. ഇന്ത്യ ഒരു സ്വതന്ത്ര വിദേശ നയം പിന്തുടരാൻ ആഗ്രഹിക്കുമ്പോഴും ലോകശക്തികളുമായുള്ള ബന്ധങ്ങൾ തന്ത്രപരമായി തന്നെ കൈകാര്യം ചെയ്യണം. റഷ്യ ഉക്രൈൻ യുദ്ധം ലോക ഊർജ്ജ വിപണിയിൽ പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് പരമ്പരാഗത എണ്ണ വിപണികളെയും സഖ്യങ്ങളെയും മാറ്റിമറിക്കുന്നതായിരുന്നു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ പുതിയ സാഹചര്യങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിൽ എന്താണല്ലേ തെറ്റ്? ഇന്ത്യ ഒരു ഹെഡ്ജിംഗ് സ്ട്രാറ്റജിയാണ് പിന്തുടരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുമ്പോൾ തന്നെ അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാതിരിക്കാൻ അവരുടെ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും ഇന്ത്യ ചെയ്തിട്ടുണ്ട്. ഇത് ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു രാജ്യത്തിന് എത്രമാത്രം തന്ത്രപരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ സഹകരണവും ഈ വിഷയത്തിൽ ഒരു പ്രധാന ഘടകമാണ്. എണ്ണ ഇറക്കുമതി പോലെ റഷ്യയിൽ നിന്നുള്ള സൈനിക ഉപകരണങ്ങളുടെ ഇറക്കുമതിയും അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണാധികാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി സംബന്ധിച്ച ഇന്ത്യയുടെ നിലപാട് സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക താൽപര്യങ്ങൾ, ആഗോള രാഷ്ട്രീയത്തിലെ സ്ഥാനം, അമേരിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധം എന്നിവയെല്ലാം ഈ വിഷയത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യ ഭാഗികമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പൂർണ്ണമായി അവഗണിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് എന്നതാണ്. ഈ സാഹചര്യം ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തിലെ സന്തുലിതാവസ്ഥയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും വ്യക്തമാക്കുന്നത് തന്നെയാണ്.